ബജറ്റിൽ തൊഴിലുറപ്പിനുള്ള നീക്കിയിരിപ്പായി ആകെ വച്ചത് 86,000 കോടി രൂപയാണ്. 10 വർഷം മുൻപ് 1.5 ലക്ഷം കോടി രൂപയൊക്കെ ചെലവഴിച്ചിരുന്നു. ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ നേട്ടം തെങ്ങിൻ ചുവട് കിളയ്ക്കാനും വഴി വൃത്തിയാക്കാനും കുളം നന്നാക്കാനും വരുന്ന സ്ത്രീകൾക്ക് മാത്രമല്ല. അവർക്ക് കിട്ടുന്ന 1 രൂപ പോലും ആരും ബാങ്കിലിട്ട് പലിശ വാങ്ങാറുമില്ല. കിട്ടുന്ന പണം അന്ന് വൈകിട്ട് തന്നെ കടകളിലേക്ക് എത്തുകയാണ്. 2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധി അത് ഇന്ത്യയിൽ ഏശാതെ പോയത് ഈ ഒരു പദ്ധതിയിൽ നിന്നുള്ള പണം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അന്ന് അത് ഇന്ത്യയെ ബാധിച്ചില്ലെങ്കിൽ ഇന്ന് നമ്മൾ മറ്റൊരു പ്രതിസന്ധിയുടെ പടിവാതിൽക്കലാണ്. നമ്മുടെ ഉൽപാദനവും എല്ലാത്തിലുമുള്ള വരുമാനവും കുറഞ്ഞു എന്നതിന് ബജറ്റ് രേഖകൾ തന്നെയാണ് സാക്ഷി. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള ഈ രാജ്യത്ത് തൊഴിലില്ലാത്തവരുടെ എണ്ണം കുതിച്ചുയരുകയാണ്. ആഗോള എണ്ണ വില കുറഞ്ഞാലും പെട്രോൾ ഡീസൽ വില കുറയ്ക്കുന്നതിനെ കുറിച്ചൊന്ന് ആലോചിക്കാൻ പോലും കഴിയാത്ത നിലയിലാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ. ക്ഷേമം ഇല്ലാതാവുക എന്നാൽ ഭരണം ജനങ്ങളിലേക്ക് എത്താതിരിക്കുക എന്നാണ് അർത്ഥം.